നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ജയിക്കില്ലെന്ന് PV അൻവർ. ആര്യാടൻ ഷൗക്കത്തിനെ MLA ആക്കാനല്ല താൻ രാജിവെച്ചതെന്ന് PV അൻവർ. ഘടകകക്ഷിയാക്കാതെ ഇനി ചർച്ചയില്ലെന്നും അൻവർ. മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യം നാളത്തെ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം തീരുമാനിക്കുമെന്നും PV അൻവർ പറഞ്ഞു. സമഗ്ര വിവരങ്ങൾ നിർവൺ ചക്രവർത്തി നൽകും. റിപ്പോർട്ടിനാണ്. വർഷ PV അൻവറിന്റെ UDF പ്രവേശനം ഏകദേശം അടഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിലപാടിൽ PV അൻവർ ഉറച്ചു നിൽക്കുന്നു. ഇന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന ശേഷവും അൻവർ അതേ നിലപാട് ആവർത്തിച്ചു. ഇനി മുന്നണിയിൽ പ്രവേശിക്കാതെ മറ്റു തരത്തിലുള്ള ചർച്ചയില്ല എന്ന ഉറച്ച നിലപാടാണ് PV അൻവർ പറയുന്നത്. മാത്രമല്ല, തന്നെ ഒഴിവാക്കാനുള്ള ചില ഗൂഢശക്തികൾ അവിടെ ഉണ്ട് എന്ന നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ച ശേഷമേ ഇനി ചർച്ചയ്ക്കുള്ളൂ എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാദത്തെ അദ്ദേഹം പൂർണ്ണമായി തള്ളിക്കളയുകയും ചെയ്തു. തങ്ങൾക്ക് ഇനിയും വിശ്വസിക്കാൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങളിലുള്ള നിലപാടുകളെ പൂർണ്ണമായി തള്ളിപ്പറയുന്നു. മാത്രമല്ല, സ്ഥാനാർത്ഥിയെക്കുറിച്ച് വീണ്ടും കുറച്ചുകൂടി അദ്ദേഹം ശക്തമായി കടത്തിപ്പറയുകയും ചെയ്തു. ഈ ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് വിജയസാധ്യത കുറവാണ്. മറ്റു പല കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട്. വിജയിക്കില്ല എന്ന് തന്നെ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി PV അൻവറുമായി ഒരു ചർച്ചയ്ക്ക് കോൺഗ്രസിനോ UDF-നോ തയ്യാറാകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. പക്ഷേ നാളെ വീണ്ടും ഈ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം വിപുലമായി നാളെ വീണ്ടും ചേരുന്നുണ്ട്. അതിനുശേഷം വിപുലമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യുമെന്ന് PV അൻവർ ഇന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഷൗക്കത്തിന് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങൾ വിശദീകരിക്കപ്പെടേണ്ടി വരും. പൊതുസമൂഹത്തിന് മുമ്പിൽ എനിക്കത് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ഇവിടെ ഷൗക്കത്തിനെ MLA ആക്കാനല്ലല്ലോ ഞാൻ രാജിവെച്ചത്. അതേസമയം കോൺഗ്രസും UDF-ഉം ഇനി അൻവറിന് മുന്നിൽ വഴങ്ങണ്ട എന്ന നിലപാട് തന്നെയാണ്. പ്രത്യേകിച്ച് VD സതീശൻ കടുത്ത വാശിയിൽ തന്നെയാണ്. അദ്ദേഹം നോ കമന്റ്സ് എന്ന നിലപാടാണ് PV അൻവറിന്റെ അഭിപ്രായത്തെ സംബന്ധിച്ച് പറഞ്ഞത്. മാത്രമല്ല, തനിക്കെതിരെ നടത്തിയ വ്യക്തിപരമായ പരാമർശത്തെ താൻ വലിയ ഗൗരവമായി എടുക്കുന്നില്ല. മറിച്ച് സ്ഥാനാർത്ഥിയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയ കാര്യം തിരുത്തി സ്ഥാനാർത്ഥി അംഗീകരിച്ച് പ്രഖ്യാപിച്ച ശേഷം മാത്രമേ ഇനി ചർച്ചയ്ക്ക് വഴി തുറക്കൂ എന്ന കാര്യം അസന്നിധമായി കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ്. അതുതന്നെയാണ് VD സതീശൻ ഇന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അദ്ദേഹം പറഞ്ഞാൽ അപ്പോൾ UDF-ന്റെ അഭിപ്രായം അപ്പോൾ പറയും. ഇനി ഏവരും കൗതുകത്തോടെ ജിജ്ഞാസയോടെ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ കാത്തിരിക്കുന്നത് നാളത്തെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗമാണ്. ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം PV അൻവർ എന്ത് നിലപാടെടുക്കും, ഒപ്പം തന്നെ UDF PV അൻവറിന് എന്ത് മറുപടിയാണ് നാളെ പറയാൻ പോകുന്നത് എന്ന രണ്ട് കാര്യങ്ങൾ ഏറെ പ്രസക്തം. പക്ഷേ LDF-നെ വഞ്ചിച്ച് UDF-ന്റെ പാളയത്തിലേക്ക് എത്തിയ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഇനി നിലമ്പൂർ രാഷ്ട്രീയത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ ഭാവി എന്ന കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ പോവുകയാണ്. നാളത്തെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗവും ഏറെ നിർണായകമായി മാറും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ആര്യാടൻ ഷൗക്കത്തുമായി അവർ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇനി ആര്യാടൻ ഷൗക്കത്തിനെ പരസ്യമായി അംഗീകരിക്കുകയും മാപ്പ് പറയുകയും ചെയ്യാതെ ഇനി തുടർ ചർച്ചയ്ക്ക് ഒരു വഴിയൊരുക്കുമെന്ന് സാധ്യത കുറവാണ്. ഒപ്പം തന്നെ ഇത്രയേറെ സ്ഥാനാർത്ഥിയെ വീണ്ടും ആവർത്തിച്ച് തള്ളിപ്പറയുന്ന സ്ഥിതിക്ക് ഇനി VD സതീശനെ പോലത്തെ നേതാക്കൾ അൻവറുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്ന കാര്യവും ഉയരുന്നുണ്ട്. ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. നാളത്തെ യോഗം ഇനി നിർണായകമായി മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വർഷ.